സീരിയലിൽ അഭിനയിക്കുന്ന യാത്രയില് കൈവിട്ടു പോയ ഒരു നിമിഷമാണ് ഒരു സംവിധായകനെ തല്ലുന്നു. ഒരു പക്ഷെ ഒന്ന് ചിന്തിക്കാം, ഈ സീരിയലിൽ തന്നെ ഒരുപാട് സംഘടനകളുണ്ട്. സ്ത്രീക്ക് പുരുഷനെയും പുരുഷന് സ്ത്രീയെയും കൈവെക്കാൻ ഇവിടെ ഒരു കോടതിയോ എങ്ങും ആരും പറഞ്ഞിട്ടില്ല, ഒരുത്തനെ കുത്തകയുമല്ല. ആ സ്ഥാനത്ത് സംഘടനകളോട് അറിയിക്കാതെ ആ വ്യക്തിയിൽ കൈവച്ചത് കൈവിട്ടുപോയ ഒരു വാക്കാണ്, കൈവിട്ടുപോയത് തെറ്റാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരി അത് മാത്രമാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നുള്ളൂ. കാരണം എനിക്ക് മറ്റുള്ള സ്ത്രീകളുടെ അനുഭവത്തിനെ കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ഓപ്പണായിട്ട് പറയുന്നത്. അത് പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം, പല രീതിയിലുണ്ടാവും. ഞാൻ എൻ്റെ മാത്രം കാര്യമാണ് പറയുന്നത്, മറ്റുള്ളവരുടെ കഥകളല്ല പറയുന്നത്. എനിക്കുണ്ടായ അനുഭവം പറയുന്നു. എനിക്ക് മാത്രം. അത് മറ്റുള്ളവർക്ക് നല്ലതായിരിക്കാം ചീത്തയായിരിക്കാം, എനിക്ക് അറിയത്തില്ല. എനിക്ക് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. കാരണം ഒരാൾ, എനിക്കറിയാം ഒരു ഡയറക്ടറെ തല്ലിയാൽ അടുത്ത എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് നല്ല ബോധ്യമുള്ള ആളാണ് ഞാൻ. അതിന് എനിക്ക് ഞാനങ്ങനെ വലിയ ഒരു ആവേശത്തിൽ ചെയ്തതോ പിന്നെ ചെയ്യണോന്ന് വെച്ചും ചെയ്തതല്ല, മറ്റൊരാളുടെ വാക്ക് കേട്ട് ചെയ്തതല്ല, ഒരിക്കലും അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാന്ന് വെച്ചിട്ടാണ് നമ്മളൊരു മെന്റൽ ടോർച്ചറിങ് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ടോർച്ചറിങ് സഹിക്കുന്നത്? ആ സംവിധായകനിൽ നിന്ന് ഇഷ്ടക്കേട് സംഭവിച്ചത് എന്തായിരിക്കും ചിലങ്ക? ഇഷ്ടക്കേട് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള അപ്രോച്ചുകൾ ഉണ്ടാവാറുണ്ട്, പല രീതിയിലുള്ള ചാറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് റിയാക്ട് ചെയ്തിട്ടില്ല, സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കും അറിയാം, അയാൾക്കും അറിയാം അതിനകത്തെ സത്യം എന്താണെന്നുള്ളത്. ഇത് നാളെ കോടതിയിൽ കൊടുക്കണമെങ്കിൽ കോടതിയിൽ കൊടുക്കും, ഉറപ്പായിട്ടും ഉണ്ട്, തെളിവുകളുണ്ട്. അല്ലാതെ ഞാനൊരു മീഡിയ വന്നിരുന്ന തെളിവുകളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിന് നിൽക്കാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ ചിലങ്ക ഒരു സ്ത്രീ ഒരു പുരുഷന്റെ മേലിൽ കൈ പൊക്കുമ്പോൾ അത്രമേൽ അനുഭവിച്ചിട്ട് സഹിച്ചിട്ടുമല്ലേ? ഉറപ്പായിട്ടും. ഞാൻ ഉള്ള കാര്യം പറയാലോ അച്ഛനെ, ഞാൻ എല്ലാ ദിവസവും രാത്രി വിളിച്ചിട്ട് കരയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യമാണ് പറയുന്നത്, എനിക്കുണ്ടായത് ചിലപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് 1% കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ വിഷമങ്ങളും അല്ലെ എനിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഞാൻ വേറെ ഒരാളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല പേഴ്സണലി. അന്നുമല്ല ഇന്നുമല്ല. പിന്നെ അത് അറിയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ ഈ പുള്ളിയെ വിളിച്ച് എന്നും കരയും. കാരണം എനിക്ക് പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ. പക്ഷേ വർക്കാണ്, 10-20 ദിവസം നമുക്ക് ഷൂട്ടുണ്ട്, മെയിൻ ക്യാരക്ടറാണ്. പിന്നെ ഒരു വാശി നമുക്ക് വരുമല്ലോ. കാരണം വേറെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ടോർച്ചർ ചെയ്യുന്നു, നമ്മളെ ടാർഗറ്റ് ചെയ്ത് ടോർച്ചർ ചെയ്യുകയാണ്. കാരണം ഇയാൾക്ക് പേഴ്സണലി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം പിന്നെ രാവിലെ ഷെയ്ക്കാൻഡ് തരുമ്പം ഞാനത് ഓപ്പണായിട്ട് പറയുകയാണ്, നാളെ ഇതിന് എന്ത് സംഭവിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, കൈവെള്ളയിൽ ചൊറിയുക, ഇങ്ങനത്തെയൊക്കെ പരിപാടികളാണ്. അത് നമ്മുടെ ഒരു ദിവസം പോയി, ആ ഒരു ദിവസമേ പോയി അതോടുകൂടി. ഇത് ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ ഇത് വിശ്വസിക്കുമോ? ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് എനിക്ക്. അപ്പോൾ ചിലപ്പോൾ വിചാരിക്കും, അങ്ങനെ ചെയ്തിട്ട് പിന്നെ എന്തിനാണ് വർക്ക് കണ്ടിന്യൂ ചെയ്തത്, അല്ലെങ്കിൽ അത് അപ്പം തന്നെ ഇത് ഡ്രോപ്പ് ചെയ്താൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ശരിയാണ്, അപ്പം തന്നെ ഡ്രോപ്പ് ചെയ്താൽ മതി.